പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും വളരെയധികം പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുക. ഇതൊരു പ്രാർത്ഥന അഭിഷേകമാണ്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു അനോയിൻറ്റിംഗ് ആണ്, ഒരു അഭിഷേകമാണ്. അത് വിടുതലിൻ്റെ അഭിഷേകമാണ്. തിന്മകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും ഭിന്നതകളും നിരാശകളും ഭയങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ, വിടുതലിൻ്റെ ഒരു അഭിഷേകമാണ്. അതിന് പകരം നിങ്ങൾക്ക് ഉയർച്ച, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, രോഗശാന്തി, സമാധാനം, സന്തോഷം ഇവ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൃപയുടെ ശുശ്രൂഷയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആകുലപ്പെടേണ്ട. ഏത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, ഏത് തിരമാലകൾ ആഞ്ഞടിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ അതിശക്തമായ സാന്നിധ്യവും സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലാണ് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്. നിങ്ങളുടെ ശാരീരിക അവശതകളെയും നിരന്തരമായ രോഗങ്ങളെയും തളർച്ചകളെയും മാനസികമായ വ്യഥകളെയും ദുഃഖങ്ങളെയും ഒരു കാര്യവും നേരെയാകാതെ എപ്പോഴും തടസ്സങ്ങളും ബന്ധനങ്ങളും വരുന്ന അവസ്ഥകളെ ബഹിഷ്കരിച്ച് യേശുനാമത്തിൽ ശാസിച്ച് ഉച്ചാടനം ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ അഭിഷേകം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് ഇവിടെ യൂട്യൂബിലൂടെയും ഈ പ്രാർത്ഥനയിലൂടെയും സമർപ്പിക്കപ്പെടുന്ന നിയോഗങ്ങൾ, അതെന്ത് തന്നെ ആയാലും അതിൻ്റെ മേലുള്ള ബന്ധനങ്ങളും തടസ്സങ്ങളും അസൂയകളും കണ്ണുവെക്കലുകളും ആഭിചാരങ്ങളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും പ്രകൃതി വിരുദ്ധ ശക്തികളും പൂർണ്ണമായി അവയിൽ നിന്നെല്ലാം വിട്ടുമാറുകയാണ്. ഇനി നിങ്ങൾ ഒറ്റക്കല്ല പടവെട്ടുന്നത്. നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. കാരണം അവൻ ഇമ്മാനുവലാണ്. ആ ഇമ്മാനുവല് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈ ദിവ്യകാരുണ്യനാഥൻ നോക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് അതിർത്തിയിലാണെങ്കിലും, നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും, വരാന്തകളിലോ ആശുപത്രികളിലോ വാഹനങ്ങളിലോ വഴികളിലോ എവിടെയെല്ലാം വെച്ച് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സ്നേഹത്തോടെ, നിങ്ങളെ സംരക്ഷിക്കാനായി, നിങ്ങളെ അനുഗ്രഹിക്കാനായി ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടി തീഷ്ണതയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ വലത് കരം നിങ്ങളുടെ തലയിൽ സ്പർശിക്കുന്നതും അനുഗ്രഹങ്ങൾ, വരങ്ങൾ, ദാനങ്ങൾ, പുതിയ വെളിപാടുകൾ, പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് എനിക്ക് ലഭിക്കുന്ന അഭിഷേകം ജോലി തടസ്സമുള്ള മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ജർമ്മൻ പരീക്ഷ എഴുതാൻ ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച മക്കൾക്ക് വേണ്ടി കർത്താവ് ഇടപെടുകയാണ്. ഒരു പരീക്ഷയ്ക്കായി ഡേറ്റ് എടുക്കണമെന്ന് സംശയിച്ച് നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയിലൂടെ പരീക്ഷയുടെ ഒരു ഡേറ്റ് എടുക്കുകയാണ്. അവർക്ക് അനുയോജ്യമായ ഒരു സെൻറ്റർ
കർത്താവ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ അവരുടെ പഠന തടസ്സങ്ങളും പഠന വൈകല്യങ്ങളും മടുപ്പും മടിയും എടുത്തു മാറ്റുന്നതായിട്ടും കാണുന്നുണ്ട്. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അഭിവൃദ്ധിയോടെ ജീവിക്കണം എന്ന ചിന്ത ഈ വചനത്തിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ അലസതയും മടിയും മടുപ്പും നിരാശയും ബന്ധനങ്ങളും എടുത്തു മാറ്റുകയാണ്. ഇനി രക്ഷയില്ല, ജീവിക്കാനാവില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അത്ഭുതകരമായി കർത്താവ് വലിയ വിടുതൽ കൊടുക്കുകയാണ്. പലരുടെയും കൈകളിലും കാലുകളിലും ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകള് ഇതാ കർത്താവ് ഇപ്പോഴ് എടുത്തു മാറ്റുന്നുണ്ട്. തൊഴിൽ തടസ്സങ്ങളുടെ ചങ്ങല, കല്യാണ തടസ്സങ്ങളുടെ ചങ്ങല, സാമ്പത്തിക മേഖലയിലെ ചങ്ങല, പറമ്പിൻ്റെ കച്ചവട തടസ്സങ്ങളുടെ ചങ്ങല പൊട്ടിച്ചിതറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും. അതാണ് ഈ അഭിഷേക ശുശ്രൂഷ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ. ഈ അത്ഭുത പള്ളി കോഴിക്കോട് ദൈവമാത കത്തീഡ്രൽ പള്ളിയിലെ അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനമാണ്. ഒറ്റ സെന്റൻസ് മാത്രമാണ് ആ വചനത്തിലുള്ളത്. ആ വചനം ഇന്ന് നിങ്ങൾക്ക് ഡെലിവറൻസിന്, വിടുതലിന്, സൗഖ്യത്തിന്, ഉയർച്ചയ്ക്ക്, സന്തോഷത്തിന് കാരണമാകിയാണ്. വചനം ഇങ്ങനെയാണ്: ഉടനെ അവൻ അവരോട് സംസാരിച്ചു. യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഒരു കോളിളക്കവും ഒരു കാറ്റും കോളും നിങ്ങളെ തൊടുകയോ നിങ്ങളെ ആക്രമിക്കുകയോ ഇല്ല. കാരണം ശക്തനായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മക്കളെ, ഈ പ്രാർത്ഥനയിലൂടെ കർത്താവാണ് നിങ്ങളോട് പറയുന്നത്, എവിടെയാണെങ്കിലും ധൈര്യമായി ഇരുന്നോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അതിശക്തമായ അഭിഷേകം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഈ എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ പൂർണ്ണമായി ഈ മക്കളിൽ നിന്നും വിട്ടുമാറാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ എല്ലാ തിന്മയുടെ ശക്തികളെയും ബഹിഷ്കരിക്കുന്നു. രോഗാണുക്കളെ, രോഗപീഠകളെ, ബന്ധനങ്ങളെ, തടസ്സങ്ങളെ, നാരകശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്ന്, അവരുടെ തലമുറകളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലിയോ 14-ാം പാപ്പ എനിക്ക് നൽകിയ ആശീർവാദത്തിന്റെ അനുഗ്രഹത്തിന്റെ ശക്തിയാൽ ഡെലിവറൻസ് ശുശ്രൂഷയുടെ ഞാൻ യാചിച്ചപ്പോൾ എനിക്ക് നൽകിയ ബ്ലെസ്സിങ്ങിനോട് ചേർന്ന്, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തോട് ചേർന്ന് ഈ ദൈവജനത്തെ ബാധിച്ച സകല തിന്മകളെയും പൈശാചിക പീഡകളെ ബഹിഷ്കരിച്ച് ബന്ധിച്ച് ഉച്ചാടനം ചെയ്യുന്നു. ആമേൻ. പറഞ്ഞ മക്കളെ ആമേൻ. പറഞ്ഞ മക്കളെ
ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, സെപ്റ്റംബർ 18, 21 വരെ, സെപ്റ്റംബർ 18 വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് 21-ാം തീയതി 1 മണിക്ക് തീരത്തക്ക രീതിയിൽ കോഴിക്കോട് നവജ്യോതിസ് റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം. പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ലിയോ 13-ാമൻ്റെ പ്രാർത്ഥന യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആദ്യ ദിവസം മുതൽ തന്നെ പല ആവർത്തി പല തവണ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിരിക്കും ഈ പ്രാവശ്യം ഒരുക്കുന്നത്. ഫുൾ ടൈം അച്ഛൻ അവിടെ നിന്ന് നടത്തുന്ന ഒരു ധ്യാനമാണ്, താമസിച്ചുള്ള ധ്യാനമാണ്. അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം. അധികം സീറ്റുകൾ അവിടെ ഇല്ല. ഇപ്പോൾ തന്നെ അനവധി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വേഗം നിങ്ങൾക്ക് വേണ്ട റൂമുകളൊക്കെ പെട്ടെന്ന് തന്നെ ക്രമീകരിക്കണം. അച്ഛൻ്റെ പള്ളിയോട് ചേർന്നുള്ള സെൻറ്റർ അല്ല. അപ്പോൾ അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള റൂമുകളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.